വാർത്തകൾ വായിക്കുന്നത് അനുജി. അങ്കമാലി നഗരസഭയുടെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന കർഷക ദിനാചരണം റോജി എം ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ഭക്ഷണാവശ്യങ്ങൾക്കായി അന്യ സംസ്ഥാനങ്ങളെ ഒരു പരിധിക്കപ്പുറം ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ കേരളത്തിന് അപകടകരമാണെന്ന് എല്ലാവരും തിരിച്ചറിയണമെന്നും അവനവൻ ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളിൽ കഴിയാവുന്നത്ര സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുവാൻ എല്ലാവരും ശ്രമിക്കണമെന്നും MLA അഭിപ്രായപ്പെട്ടു. നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഈ വർഷം മുതൽ മികച്ച കർഷകന് MS സ്വാമിനാഥൻ അവാർഡും മികച്ച ക്ഷീര കർഷകന് ഡോക്ടർ വർഗീസ് കുര്യൻ അവാർഡും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ചെയർമാൻ അറിയിച്ചു. യോഗത്തിൽ നഗരസഭാ ഉപാധ്യക്ഷ സിനി മനോജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ TY ഏലിയാസ്, ജാൻസി അരീക്കൽ, ലക്സി ജോയ്, റോസ്ലി തോമസ്, ജില്ലാ ആസൂത്രണ സമിതി അംഗം റീത്ത പോൾ, കൗൺസിലർമാരായ സന്ദീപ് ശങ്കർ, പോൾ ജോവർ, മുൻ ചെയർമാൻമാരായ ബെന്നി മൂഞ്ഞേലി, CK വർഗീസ്, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ BT ബാലചന്ദ്രൻ, നഗരസഭാ സെക്രട്ടറി ജെയിൻ വർഗീസ് പാത്താടൻ, കൃഷി ഓഫീസർമാരായ ഓമനക്കുറ്റൻ AT, എൽദോസ് P, കാർഷിക വികസന സമിതി അംഗം പോൾ ഡേവിസ്, ബാങ്ക് പ്രതിനിധികൾ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. പണയപ്പെടുത്തിയുമൊക്കെ ആയിരിക്കാം ഒരു കൃഷി ഇറങ്ങിയിരിക്കുന്നത്. ഒരു കൃഷി ഇറക്കുമ്പോൾ കർഷകന്റെ മനസ്സിലുള്ള സ്വപ്നങ്ങൾ അത് വിളവെടുക്കുമ്പോൾ ഓണിയും എന്നാണ്. പക്ഷെ ചിലപ്പോൾ ആ സ്വപ്നങ്ങൾക്ക് വിഘാതമായി ഇത്തരത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല സംഭവവികാസങ്ങൾ ചിലപ്പോൾ കർഷകന്റെ നട്ടലൊടിക്കുന്നത് തന്നെയായി മാറാം. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികൾ ഒരു വശത്ത് നിൽക്കുന്നു. മറുവശത്ത് നമ്മുടെ കാർഷിക അല്ലെങ്കിൽ കൃഷി ചെയ്യാവുന്ന കൃഷിഭൂമിയുടെ വിസ്തീർണം അനുദിനം കുറഞ്ഞു വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. കാരണം നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു ജീവിത രീതി എന്ന് പറയുന്നത് ഒരു വീട്ടിൽ 2 മക്കളോ 3 മക്കളോ ഉണ്ടെങ്കിൽ ആ ഉള്ള ഭൂമി ആ 3 മക്കൾക്കായിട്ട് വീതിച്ചു കൊടുത്ത് ആ 3 മക്കൾക്കും ആ ഭൂമിയിൽ ഓരോ വീട് നിർമ്മിക്കുക, അങ്ങനെ ഒരു നിർമ്മാണ ജീവിത രീതിയിലാണ് നമ്മളൊക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് കൃഷി ചെയ്യാവുന്ന ഭൂമിയുടെ വിസ്തീർണം കുറഞ്ഞു വരുന്നു. ഇപ്പോൾ നമുക്ക് നെല്ലിന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ പൊതുവിള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഓരോ വർഷം കഴിയുമ്പോഴും നമുക്ക് നെല്ല് കൃഷി ചെയ്യുന്ന കൃഷിഭൂമിയുടെ വിസ്തീർണം കുറഞ്ഞു വരുന്നു. നെല്ല് നമ്മുടെ ഉൽപാദനത്തിൽ കുറയുന്നുണ്ട്. നമ്മുടെ നെല്ല് സംഭരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന കർഷകരുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നുള്ളത് കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് ഉൽപാദനത്തിനുണ്ടായിരിക്കുന്ന ചെലവ് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു കൃഷി ഇറക്കി അതിനാവശ്യമായിട്ടുള്ള വളങ്ങളും മറ്റ് ഇപ്പൊ ജൈവവളമായാലും രാസവളമായാലും നമ്മളത് ഉപയോഗിക്കുന്ന മറ്റ് വസ്തുക്കൾ ഇതിന്റെ എല്ലാം വില അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷിയിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും അതിന്റെ കൃഷിയുടെ പണിക്കാരുടെ കൂലി മുതൽ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും അസംസ്കൃത വസ്തുക്കളുടെയും വില വർദ്ധിക്കുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ച് ഉൽപ്പന്നത്തിന്റെ വില വർദ്ധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനനുസരിച്ച് ഉൽപ്പന്നത്തിന്റെ വില വർദ്ധിക്കുന്നില്ല. പലപ്പോഴും കർഷകൻ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ച് അതിനുവേണ്ടി വരുന്ന ചെലവ് അത് ആ ഉൽപാദനം മാർക്കറ്റിൽ വിൽക്കുമ്പോൾ ചിലപ്പോൾ ആ ചെലവ് പോലും നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വലിയ തോതിൽ നിൽക്കുകയാണ്. നമ്മൾ ഇന്നിപ്പോ കേരളം പഴപ്പച്ചക്കറിയുടെ കാര്യത്തിലായാലും നെല്ലിന്റെയൊക്കെ കാര്യത്തിലായാലും നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് പോരാതെ നമ്മൾ ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ്. നമ്മളിപ്പോഴുള്ള ഈ സ്ഥിതി നമ്മൾ മുന്നോട്ട് പോയാൽ ഓരോ വർഷം കഴിയുമ്പോഴും നമ്മൾ ഇതര സംസ്ഥാനങ്ങളിലുള്ള നമ്മുടെ ആശ്രയത്വം നമ്മൾ വർദ്ധിച്ചു വരുന്നതായിട്ട് അല്ലെങ്കിൽ കൂടി വരുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ ഇപ്പോൾ കേരളത്തോട് പോകുന്ന സംസ്ഥാനമായതുകൊണ്ടുള്ള പ്രശ്നം മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ ആന്ധ്രയിൽ എന്തെങ്കിലും ഒരു പ്രതിഭാസം ഉണ്ടായാൽ, കർണാടകയിൽ എന്തെങ്കിലും ഒരു പ്രതിഭാസം ഉണ്ടായാൽ, തമിഴ്നാട്ടിൽ കാർഷിക രംഗത്ത് എന്തെങ്കിലും ഒരു വ്യതിയാനം ഉണ്ടായാൽ അപ്പോൾ തന്നെ അതിന്റെ പ്രതിഫലനം നമുക്കിവിടെ കേരളത്തിൽ അനുഭവപ്പെടുകയാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ കൃഷി ആദായകരമായി മാന്യമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെങ്കിൽ ഗുണമേന്മയുള്ള ആധുനിക നിലവാരത്തിലുള്ള വിത്ത് മുതൽ അതിന്റെ വിപണനം വരെ ഓരോ ഘട്ടത്തിലും കൃഷിക്കും കർഷകനും ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനവും സാമ്പത്തികമായിട്ടുള്ള പിന്തുണ ഉൾപ്പെടെ ലഭ്യമാക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ കൃഷി ആദായകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾ, ചിരിയ അങ്കമാലി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വളരെ
വിപുലവും വിശാലവുമായിട്ടുള്ള പരിപാടികളാണ് നമ്മൾ സംഘടിപ്പിക്കുക. ഇവിടെ അധ്യക്ഷൻ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ വയനാട് ചൂരൽമലയിലുണ്ടായിട്ടുള്ള സമാനതകളില്ലാത്ത പ്രകൃതിക്ഷോഭത്തെ തുടർന്ന് ആഘോഷ പരിപാടികളെല്ലാം വെട്ടിച്ചെല്ലുവാൻ നമ്മൾ തീരുമാനമെടുത്തു. മുൻ വർഷങ്ങളിലെല്ലാം ഈ ഹാള് നിറഞ്ഞ് നമ്മുടെ കർഷകർ ഉണ്ടാകാറുണ്ട്. അവരുടെ വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികൾ വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണത്തോടു കൂടിയാണ് അത് സമാപിക്കുക. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തവണ ആഘോഷങ്ങളെല്ലാം ചുരുക്കി. പക്ഷെ ചടങ്ങ് മാറ്റിവെക്കുന്നത് കർഷകരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിട്ട് മാറും. അതുകൊണ്ട് നമുക്ക് ഈ ചടങ്ങ് നടത്താം എന്ന് കൗൺസിൽ ഒന്നാകെ ഐക്യകേന്ദ്ര തീരുമാനം എടുത്തതിന് ഭാഗമാണ് ഇങ്ങനൊരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചത്. കർഷകരെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് അവർക്ക് ഇതിനൊരു ആദരവ് കൊടുക്കാൻ അവരെ ശ്രമിക്കുക കഴിയുന്നത്. അപ്പോൾ അത് മാറ്റിവെക്കാൻ പാടില്ല എന്ന് നിർബന്ധ ബുദ്ധി ചെയർമാൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇവിടെ ആദരിക്കപ്പെട്ട കർഷകർ തീർച്ചയായും അവര് മണ്ണിൽ പൊന്ന് വിളയിക്കുന്ന കർഷകരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മാതാപിതാക്കന്മാരെല്ലാം ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം കർഷകരാണ്, കർഷക തൊഴിലാളികളാണ്. അതുകൊണ്ട് തന്നെ കർഷകരോട് പ്രത്യേകമായ ഒരു സ്നേഹവാത്സല്യം വ്യക്തിപരമായി എനിക്കുണ്ടാകാറുണ്ട്. ഇതൊന്നും ഈ കൃഷി എന്ന് പറയുന്ന പണി അത്ര ലാഭകരമായിട്ടൊരു പണിയൊന്നുമല്ല. അതിന് സ്ഥിരമായൊരു വിലയുമില്ല. എന്തെങ്കിലും തരത്തിലൊരു പ്രകൃതിക്ഷോഭം വന്നാൽ അല്ലെങ്കിൽ ശക്തമായ മഴ വന്നു കഴിഞ്ഞാൽ ഈ വിളവെല്ലാം നശിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. പലപ്പോഴും ലോൺ എടുത്ത് കൃഷി ചെയ്യുന്ന കർഷകർ പ്രകൃതിയുടെ വിളയാട്ടത്തെ തുടർന്ന് എത്രയോ പേര് ആത്മഹത്യ ചെയ്യുന്ന ചിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നു. ജീവിക്കാൻ ഒരു നിവൃത്തിയുമില്ലാത്ത അവസ്ഥയിലേക്ക് പോലും പലപ്പോഴും കർഷകർ മാറാറുണ്ട്. അതുപോലെ ക്ഷീര കർഷകർ ഉൾപ്പെടെയുള്ളവർ നമ്മളോട് ആദരിച്ചു. 20 പശുക്കളെ വളർത്തുന്നവർ. പശുവിനെ വളർത്തുന്ന പണി, പത്രം എഴുതുന്ന പണി, സ്കൂൾ കുട്ടികളെ വാഹനം ഓടിക്കുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തും ഒരു പരിപാടിക്ക് പോകാൻ പറ്റുന്നത്. കാരണം ഇത് കൃത്യസമയത്ത് ആളിലേക്ക് എത്തിക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ എല്ലാ തരത്തിലുള്ള കഷ്ടപ്പാട് അനുഭവിച്ചാണ് ഈ ക്ഷീര കർഷകർ ഉൾപ്പെടെയുള്ളവർ ഈ മേഖലയിൽ നിലനിൽക്കുന്നത്. നഗരസഭ എല്ലാ വർഷവും കർഷക ദിനം വളരെ മനോഹരമായിട്ട് കൃഷി വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ വളരെ മനോഹരമായിട്ടാണ് നടത്തുന്നത്. ഈ പ്രാവശ്യം നമുക്ക് എവർക്കും അറിയാം വയനാട് ദുരന്തം. അവരുടെ ആഭിമുഖ്യത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവര് അവരുടെ മാനസികമായ പ്രയാസങ്ങൾ, പിരിമുറുക്കങ്ങൾ, വിഭാരങ്ങൾ ഒന്നും നമുക്ക് വിചാരിക്കുന്നതിന് അപ്പുറമാണ്. ആ വിഭാരങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഈ പ്രാവശ്യം നമ്മുടെ കർഷക ദിനം വളരെ ചുരുക്കി ആർഭാടമൊന്നുമില്ലാതെ തന്നെയാണ് ആചരിക്കുന്നത്. ഇവിടെ ഇന്ന് സമ്മാനങ്ങളായ ഏവർക്കും അഭിനന്ദനം അർപ്പിക്കുകയാണ്. ഈ പ്രാവശ്യം മുതൽ നമ്മുടെ ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാൻ അവർ പറയുകയുണ്ടായി, നമുക്ക് മികച്ച കർഷകരെ, സമ്മിശ്ര കർഷകരെ ആദരിക്കുമ്പോൾ ഡോക്ടർ MS സ്വാമിനാഥൻ അവാർഡ് എല്ലാ വർഷവും നമുക്ക് ഏർപ്പെടും. കാർഷിക മേഖലയെ കാർഷിക മുന്നേറ്റത്തിന് വഴിതെളിച്ച ഡോക്ടർ MS സ്വാമിനാഥൻ അവരുടെ പേരിലുള്ള അവാർഡായിരിക്കും ഇനി മുതൽ, ഈ വർഷം മുതൽ നമ്മുടെ നഗരസഭയിൽ നടത്താറുള്ള. ഒപ്പം തന്നെ നമ്മുടെ ക്ഷീര കർഷകർക്കുള്ള അവാർഡ് ഡോക്ടർ വർഗീസ് കുര്യൻ. നമുക്കറിയാം, പാലുൽപ്പന്നങ്ങളും അതുപോലെ തന്നെ അതിന്റെ പ്രോത്സാഹനത്തിന്റെ ഭാഗമായിട്ട് ദ്രവിഡ വിപ്ലവം വളരെ മനോഹരമായിട്ടും ഇത് ചെയ്ത ഒരാളാണ് ഡോക്ടർ വർഗീസ് കുര്യൻ. അദ്ദേഹത്തിന്റെ പേര് ഈ പ്രാവശ്യം മുതൽ മികച്ച ക്ഷീര കർഷകനുള്ള അവാർഡ് നമ്മൾ നടപ്പിലാക്കി. ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാന് അതിനോട്ടിനെഴുത ഭരണസമിതിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏവർക്കും ഒരിക്കൽ കൂടി കർഷക ദിനത്തിന്റെ ചിഹ്നം, പുതിയ മലയാള മാസത്തിന്റെയും പുതിയ വർഷപുതിയുടെയും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഏവർക്കും പാർട്ടിനായ ഏവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ആശംസ പറയുന്നതിന് വേണ്ടി എല്ലാവർക്കും എന്റെ നമസ്കാരം. കൃഷിയെ പറ്റി ഒന്നും അറിയാൻ പാടില്ലാത്ത ഞാൻ ഒരു ആശംസ പറയുന്നതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. എന്നിരുന്നാലും കൃഷി കണ്ട് വളർന്നു വരുന്ന ഒരു വാർഡിലെ ജനപ്രതിനിധിയാണ് ഞാൻ. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ മത്തായി ചേട്ടനും ക്ഷീരകർഷകനായിട്ടുള്ള പൗലോസ് ചേട്ടനും. ഇന്ന് ഇവിടെ അവാർഡ് ദാനം നടത്തി അവാർഡ് ഏറ്റുവാങ്ങിയ എല്ലാവർക്കും ഒറ്റ വാക്കില്
ആശംസകൾ അർപ്പിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഇന്നത്തെ ഇന്നേ ദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമ്മുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഇൻസൈറ്റ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലർമാരായ സാജു നെടുങ്ങാടൻ, ബാസ്റ്റുൻ ഡി പാറക്കൽ, ലില്ലെ ജോയ്, ലിസി പോളി, ജിത ഷിജോയ്, ഷൈനി മാർട്ടിൻ, എ വി രഘു, പി എൻ ജോഷി, ലേഖ മധു, മാർട്ടിൻ ബി മുണ്ടാടൻ, മുനിസിപ്പൽ എഞ്ചിനീയർ ശോഭിനി ടി വി, കില റിസോഴ്സ് പേഴ്സൺ പി ശശി എന്നിവർ പങ്കെടുത്തു. വിവിധ മേഖലയിലുള്ള മികച്ച കർഷകരെയും കർഷക തൊഴിലാളികളെയും സ്മരണിക നൽകിയും പൊന്നാട അണിയിച്ചും ആദരിച്ച ചടങ്ങിൽ മുതിർന്ന കർഷകയായി അമ്മിണി പൗലോസിനെയും സമ്മിശ്ര കർഷകനുള്ള അവാർഡ് മട്ടായി കെവിക്കും, മട്ടുപാവ കൃഷിക്ക് മാഗി ബേബിയും, ക്ഷീര കർഷകനുള്ള അവാർഡ് പോൾ കെ മാണിക്കും, നെൽ കർഷകനുള്ള അവാർഡ് ജോസ് എം യുവിനും, പൂക്കൃഷിക്ക് എം ഡി ജോയിക്കും, വാഴ കൃഷിക്കുള്ള അവാർഡ് എൽദോസ് പി എമ്മിനും, ജാതി കർഷകനുള്ള അവാർഡ് മുകുന്ദൻ മേനോൻ എ സിക്കും, SC കർഷകനുള്ള അവാർഡ് വേലായുധൻ കെ പിക്കും, കർഷക തൊഴിലാളിക്കുള്ള അവാർഡ് എം കെ വേലായുധനും, വിദ്യാർത്ഥി കർഷകയ്ക്കുള്ള അവാർഡ് സേറ തോമസിനും നൽകി ആദരിച്ചു. നിങ്ങളുടെ കണ്ണുകളും ഇനി പരിശോധിക്കാം. ലെൻസ് ആൻഡ് വിഷൻ ഓപ്റ്റിക്കൽസ് ഇനി മൂക്കന്നൂരിലും. മൂക്കന്നൂരിലെ ആദ്യത്തെ AI അധിഷ്ഠിത നേത്ര പരിശോധനാ സെന്റർ. വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം. 3 പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യം. ഇന്ത്യക്ക് അകത്തും പുറത്തും നിരവധി ഷോറൂമുകൾ. ലഭ്യമാണ്. 50% വരെ കിഴിവ്. 1 വാങ്ങുമ്പോൾ 1 ഫ്രീ. ലെൻസ് ആൻഡ് വിഷൻ ഓപ്റ്റിക്കൽസ് നിയർ മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്ത്. ഫോൺ നമ്പർ 0484 2001 655 996199 8377. കേരളത്തിൽ ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കടവന്ത്ര, അങ്കമാലി, ചാലക്കുടി. ഇൻസൈറ്റ് റിപ്പോർട്ടിന്റെ ഓൺലൈൻ മാധ്യമങ്ങളായ
ചാനലുകളായ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം എന്നീ ചാനലുകളിൽ പരസ്യങ്ങൾക്ക് വേണ്ടി വിളിക്കേണ്ട നമ്പർ 7736964883 9072046846. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.